രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച രാഹുൽ വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ജനം ടിവിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു മന്ത്രി. തോൽവി ഭയന്നാണ് രാഹുൽ അമേഠി ഒഴിവാക്കിയതെന്നും സ്മൃതി ഇറാനി ജനം ടിവിയോട് പ്രതികരിച്ചു. इसलिए आज सभी से कहने आई हूं कि आप 20 मई को कमल का बटन दबाइए और आने वाले 5 साल किसान प्रति वर्ष 6,000 रुपया खेत के लिए अपने खाते में मोदी सरकार से पाइए. വയനാട്ടിൽ ജനവിധി തേടുമ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കുന്നതിനെപ്പറ്റി രാഹുലോ കോൺഗ്രസോ മിണ്ടിയതയില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സ്മൃതി ഇറാനിയുടെ വിമർശനം. വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ വഞ്ചിക്കുമെന്ന് ജനം ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടെ താൻ മുന്നറിയിപ്പ് നൽകിയതാണ്. താൻ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു. When I was in Wayanad and I was in Kasaragod, I had told even through Janam TV that Rahul Gandhi will deceive the people of Wayanad. And what I said has turned out to be true. രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യം എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് മറച്ചുപിടിച്ചുവെന്ന് സ്മൃതി ഇറാനിയുടെ ചോദ്യം. If Rahul Gandhi had intended to fight from both the seats, why was he not transparent with the people of Wayanad? Today, Rahul Gandhi and the entire Congress party stands exposed in front of the people of Kerala. അമേഠിയിൽ മാത്രമല്ല റായ്ബറേലിയിലും ഇക്കുറി താമര വിരിയുമെന്നും സ്മൃതി ഇറാനി വ്യക്തമാക്കി. രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യം കേരളത്തിലെ ജനങ്ങളോടും വയനാട്ടിലെ വോട്ടർമാരോടും മറച്ചുവെച്ച രാഹുലിന്റെയും കോൺഗ്രസിന്റെയും തെറ്റായ രാഷ്ട്രീയ നയം അമേഠിയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉയർത്തുകയാണ് സ്മൃതി ഇറാനി. അമേഠിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.